മറ്റൊരു പ്രധാന വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. പി വി അൻവർ MLA കോഴിക്കോട് കക്കാടാംപൊയിലിൽ അരുവിയുടെ ഒഴുക്ക് തടഞ്ഞ് റിസോർട്ട് നിർമ്മിച്ചെന്ന പരാതിയിൽ ഇന്ന് തെളിവെടുപ്പാണ്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് കളക്ടറുടെ നേതൃത്വത്തിൽ കോഴിക്കോട് കളക്ടറേറ്റിൽ ഉച്ചയ്ക്ക് 12-നാണ് തെളിവെടുപ്പ് നടത്തുന്നത്. ദീപക് മലയമ്മ നൽകും വിശദാംശങ്ങൾ. ദീപക്, 12 മണിക്കാണ് ഈ തെളിവെടുപ്പ് നടക്കുന്നത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ലഭ്യമാകുന്നത്? നേരത്തെ തന്നെ പി വി അൻവർ MLA നിർമ്മിച്ച കക്കാടംപൊയിലുള്ള റിസോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണങ്ങളും ആക്ഷേപങ്ങളും പുറത്തേക്ക് വന്നിട്ടുള്ളതാണ്. അന്ന് പരാതിക്കാരനായ ഗ്രീൻ മൂവ്മെൻറ്റിൻ്റെ ജനറൽ സെക്രട്ടറി ടി വി രാജൻ ഇദ്ദേഹം ഒരു തടയണ നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് പരാതി നൽകുകയും പിന്നീട് അത് കോടതിയിലെത്തുകയും കോടതി പറഞ്ഞതനുസരിച്ച് 3 തടയണകൾ പൊളിച്ചു നീക്കാൻ ഉത്തരവ് വരികയും അത്തരത്തിൽ നീക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കാട്ടരുവി ഈ തടയണ പൊളിച്ച മണ്ണുപയോഗിച്ച് നശിപ്പിച്ചു എന്നുള്ളതാണ് പുതിയ പരാതിയായി രംഗത്ത് വന്നിരിക്കുന്നത്. ആ പരാതിയെ തുടർന്ന് കളക്ടർ ആദ്യഘട്ടത്തിൽ തന്നെ ഇത് പരിഗണിച്ചില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് പിന്നീട് ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യമുണ്ടായി. ഹൈക്കോടതി ഇക്കാര്യത്തിൽ ജില്ലാ കളക്ടർ കൃത്യമായി അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 25-ാം തീയതി കളക്ടർ ഒരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നു. തെളിവെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയായിരുന്നു ആ യോഗമുണ്ടായിരുന്നത്. പക്ഷേ അന്ന് കളക്ടറുടെ തന്നെ അസൗകര്യം കൊണ്ട് അത് നടക്കാതെ പോയി. ആ യോഗമാണ് ഇന്നത്തേക്ക് മാറ്റിയിരിക്കുന്നത്. അതിൽ കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, താമരശ്ശേരി തഹസിൽദാർ, ഒപ്പം തന്നെ കൂടരഞ്ഞി വില്ലേജ് ഓഫീസർ, PVR നേച്ചർ റിസോർട്ടിൻ്റെ മാനേജർ, ഒപ്പം ഈ പരാതിക്കാരനായ ടി വി രാജൻ, ഇത്രയും ആളുകളെ കേൾക്കുകയാണ് ഇന്ന് ചെയ്യുക. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് കോഴിക്കോട് കളക്ടറേറ്റിൽ എത്തണമെന്ന് കാണിച്ചുകൊണ്ടാണ് ഇത്രയും ആളുകൾക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹാജരാക്കാനുണ്ടെങ്കിൽ, അവരുടെ വാദം പറയാനുണ്ടെങ്കിൽ അത് പറയാനുള്ള അവസരമായിരിക്കും ഇന്ന് ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ കാട്ടരുവി നേരത്തെ തന്നെ ഇരുവഴിഞ്ഞിപ്പുഴയുമായി ചേർന്ന് ഒഴുകുന്നതാണ്. ആ കാട്ടരുവിയുടെ സ്വാഭാവികത പൂർണ്ണമായും തടസ്സപ്പെടുത്തി പകരം അവിടെ ഒരു തടയണയ്ക്ക് പകരം മറ്റൊരു തടയണയ്ക്ക് സമാനമായ രീതിയിലുള്ള നിർമ്മാണ പ്രവൃത്തി PVR നേച്ചർ റിസോർട്ടിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ള ആക്ഷേപമുണ്ട്. ഒപ്പം തന്നെ അവിടെ വലിയൊരു കിണർ കുത്തി ഈ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുത്തി എന്നടക്കമുള്ള പരാതികളാണ് ഈ ടി വി രാജൻ എന്ന് പറയുന്ന പരാതിക്കാരൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പരാതിയിൽ കഴമ്പുണ്ട് എങ്കിൽ അതിൽ നടപടിയെടുക്കുന്നതിൻ്റെ മുന്നോടിയായിക്കൊണ്ട് PVRന് അവരുടെ വാദം വിശദീകരിക്കാം. ഒപ്പം തന്നെ ഈ പരാതിക്കാരന് അവരുടെ വാദവും മുന്നോട്ട് വയ്ക്കാനുള്ള അവസരമാണ് ഇന്ന് സാധ്യമാവുക. പി വി അൻവർ MLAയുടെ കക്കാടംപൊയിലിലെ റിസോർട്ട് സംബന്ധിച്ച നിയമലംഘനവുമായി ബന്ധപ്പെട്ട പരാതിയിലാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ജില്ലാ കളക്ടറുടെ തെളിവെടുപ്പ്